നമുക്കിന്ന് ഒരു കഥ കേൾക്കാം. ഒരു സാധാരണ കഥയല്ല, ഒരു പണ്ഡിതന്റെ ജീവിതത്തിലെ അസാധാരണമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ കഥ, ഇബ്നു സീനയുടെ കഥ. ഇതിനായി നമുക്ക് സമയത്തിൽ കുറച്ചൊന്ന് പിന്നോട്ടു പോകാം. ഏതാണ്ട് 1000 വർഷം മുൻപുള്ള ഒരു കാലത്തേക്ക്. സ്ഥലം ചരിത്രപ്രസിദ്ധമായ ബുഖാറ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് ഒരു അസുഖം വരുന്നു. ആ രാജ്യത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരെല്ലാം പറയുന്നു, ഇതൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റില്ല, ഇതിന് ചികിത്സയില്ലാന്ന്. പിന്നെ എന്ത് സംഭവിക്കും, അല്ലേ? അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ ഭേദമാക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന ഒരു വലിയ വെല്ലുവിളിയിൽ നിന്നാണ്. സംഭവം ഇങ്ങനെയാണ്. ബുഖാറയിലെ സുൽത്താൻ അബ്ദുൽ മൻസൂറിന് ഒരു വലിയ അസുഖം വന്നു. രാജ്യത്തെ കേമന്മാരായ വൈദ്യന്മാരൊക്കെ വന്ന് നോക്കി, പക്ഷെ ഒരു രക്ഷയുമില്ല. അവസാനം അവരെല്ലാം കൈമലർത്തി. ഈ അസുഖത്തിന് ഒരു മരുന്നുമില്ല, ഇത് ഭേദമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു രാജ്യം മുഴുവൻ പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നൊരവസ്ഥ. പക്ഷേ എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് വിചാരിക്കുന്നിടത്താണല്ലോ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കഥാനായകൻ വരുന്നത്, ഇബ്നു സീന. ഒരു മിടുക്കനായ വൈദ്യന്റെ മകനായിരുന്നു അദ്ദേഹം. എല്ലാവരും പരാജയപ്പെട്ടെടുത്ത് ഇബ്നു സീന മുന്നോട്ടു വന്നു. സുൽത്താനെ ചികിത്സിച്ചു, പൂർണ്ണമായും ഭേദമാക്കി. അപ്പോ തന്റെ ജീവൻ രക്ഷിച്ച ആ ചെറുപ്പക്കാരന് സുൽത്താൻ എന്ത് സമ്മാനം കൊടുത്തിട്ടുണ്ടാവും? കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. സുൽത്താന്റെ സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അദ്ദേഹം ഇബ്നു സീനയോട് പറഞ്ഞു, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഈ ലോകത്ത് എന്തു തന്നെ ചോദിച്ചാലും ഞാൻ തരും. ഇതൊരു ചെറിയ വാഗ്ദാനമല്ല, ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു അത്. ഇവിടെയാണ് ആ വലിയ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഒരു വശത്ത് സ്വർണം, പണം, അധികാരം, എന്തു വേണമെങ്കിലും കിട്ടും. മറുവശത്ത് ഇബ്നു സീന ചോദിച്ചതെന്താണെന്നോ? രാജകീയ ഗ്രന്ഥശാലയിലേക്കൊന്ന് കയറാനുള്ള അനുവാദം മാത്രം. ഇത് കേട്ടപ്പോൾ രാജസദസ്സിലുള്ളവർക്ക് പോലും അമ്പരപ്പായി കാണും, അല്ലേ? അദ്ദേഹത്തിന് ആകെ രണ്ട് കാര്യങ്ങളെ വേണ്ടിയിരുന്നുള്ളൂ. ഒന്ന്, സുൽത്താന്റെ ആ വലിയ ലൈബ്രറിയിൽ കയറാൻ അനുവദിക്കണം. 2, അവിടെ ഇരുന്ന് വായിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായി കുറിച്ചുവെക്കാനും സമ്മതിക്കണം. അത്രയുള്ളൂ. ശരി, അപ്പോൾ ഈയൊരു തീരുമാനം, പണത്തിന് പകരം പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത ആ തീരുമാനം, ഇബ്നു സീനയുടെ ജീവിതത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നോക്കാം. അങ്ങനെ ആ ഗ്രന്ഥശാലയുടെ വാതിലുകൾ അദ്ദേഹത്തിനായി തുറന്നു. ഇബ്നു സീന അറിവിന്റെ ഒരു സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. കുറച്ചുകാലം കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ കുടുംബം നോക്കാൻ വേണ്ടി സുൽത്താൻ അദ്ദേഹത്തെ സ്കൂളുകളുടെ ഇൻസ്പെക്ടറായി നിയമിച്ചു. പിന്നീട് ജാറാനിലെ രാജകുമാരനെ ചികിത്സിച്ചപ്പോൾ അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടി. അതോടെ പണത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ടി വന്നില്ല. ദൂരെയുള്ള ലൈബ്രറികളിൽ പോലും പോയി പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിന് കിട്ടിയ ജോലിയും പദവിയുമൊക്കെ കുടുംബം നോക്കാനും ജീവിക്കാനും വേണ്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അതൊന്നുമായിരുന്നില്ല. അതൊന്നു മാത്രമായിരുന്നു, തടസ്സങ്ങളില്ലാതെ അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം. അപ്പോ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അറിവിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചതിന്റെ ഫലമെന്തായിരുന്നു? എന്താണ് അദ്ദേഹം ലോകത്തിന് നൽകിയത്? അദ്ദേഹത്തിന്റെ പഠനം വെറുതെ ആയില്ല. വൈദ്യശാസ്ത്രത്തിലും തത്വചിന്തയിലും ഒരുപാട് മഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. പിന്നീട് വന്ന തലമുറകൾക്ക് മുഴുവൻ വഴികാട്ടിയ പുസ്തകങ്ങൾ. വെറുതെ കുറേ പുസ്തകങ്ങൾ എഴുതി എന്നല്ല, അദ്ദേഹത്തിന്റെ ഓരോ കൃതിക്കും ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാർക്കിടയിൽ വലിയ സ്ഥാനമാണുണ്ടായിരുന്നത്. അവരതിനെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി തന്നെയാണ് കണ്ടിരുന്നത്. അപ്പോ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. ഇബ്നു സീനയുടെ ആ തിരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയ സമ്പത്തിനും കാലത്തെ അതിജീവിക്കാൻ കഴിയില്ല. പക്ഷേ അറിവിലൂടെ ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന പാരമ്പര്യം, അത് തലമുറകളോളം നിലനിൽക്കും. സ്വയം പഠിക്കാനും അറിവ് നേടാനുമുള്ള ആ ഒരു ആഗ്രഹമാണ് ഒരു മനുഷ്യനെ അനശ്വരനാക്കുന്നത്. പോകുന്നതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. ഈ കഥ കേട്ടതിനു ശേഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തുള്ള ഏത് ലൈബ്രറിയിലും നിങ്ങൾക്ക് കയറി ചെല്ലാമെന്ന് വയ്ക്കുക. ഒരു തടസ്സവുമില്ല. എന്ത് തരം അറിവ് നേടാനായിരിക്കും നിങ്ങൾ ആ സമയം ഉപയോഗിക്കുക?